സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. യേശു ഇവിടെ വന്നത് നിയമത്തെ അസാധുവാക്കുവാനല്ല, നിയമത്തെ പൂർത്തീകരിക്കാനാണ്. അപ്പോൾ പൂർത്തീകരിക്കപ്പെടാത്ത ഒരു നിയമമാണോ ദൈവം കൊടുത്തത്? കാരണം ദൈവം 10 കൽപ്പനകൾ പൂർത്തീകരിക്കപ്പെട്ട നിയമം തന്നെയാണ് കൊടുത്തത്. എന്നാൽ 10 കൽപ്പന പൂർണ്ണമാകാത്തതുപോലെ ധാരാളം നിയമങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ നിരവധിയായ നിയമങ്ങൾ കൊണ്ട് വലഞ്ഞ് ജനത്തിൻ്റെ മുമ്പിൽ ദൈവപുത്രൻ വരികയാണ് 2 നിയമങ്ങളുമായി. ആ 2 നിയമങ്ങളിൽ എല്ലാം ഉണ്ട്. ആ 2 നിയമങ്ങൾ നീ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതം അനുഗ്രഹമായി. ഒത്തിരിയേറെ പ്രാർത്ഥനയിലല്ല, മറിച്ച് പ്രവർത്തനത്തിലാണ് കാരണമെന്ന് നമുക്ക് മനസ്സിലാകും. എന്ത് പ്രവർത്തനം? ദൈവവുമായിട്ടുള്ളൊരു ബന്ധവും സഹോദരങ്ങളുമായിട്ടുള്ളൊരു ബന്ധവും. അത് നീ നിലനിർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമം നിന്നിൽ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു കൃപാ ജീവിതം നയിക്കുവാനുള്ള പ്രാർത്ഥനയുമായി നമുക്ക് മുന്നോട്ട് പോകാം. പരിശുദ്ധി അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.